കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നിയമസഭയിലായിരുന്നു. ഇന്ന് സഭ വീണ്ടും ചേരാൻ വേണ്ടി പോവുകയാണ്. ധനാഭ്യർത്ഥന ചർച്ച തുടരുന്ന സാഹചര്യം തന്നെയാണ്. സഹകരണം, തുറമുഖം, ജലസേചനം എന്നീ വകുപ്പുകളിലാണ് ഇന്ന് ചർച്ചകൾക്ക് മന്ത്രിമാർ മറുപടി നൽകും. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നിയമസഭയിലെ കാര്യങ്ങൾ ഇന്ന് എങ്ങനെയാണ് എന്ന് ഷീജയോട് നമുക്ക് ചോദിക്കാം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. രാവിലെ എല്ലാവരും എത്തുന്നതിന് മുൻപ്, മന്ത്രിമാരും MLA-മാരും എത്തുന്നതിന് മുൻപ് തന്നെ ഷീജ സഭയ്ക്ക് മുന്നിൽ സഭയിലെത്തിയിട്ടുണ്ട്, സജീവമാണ്. ഇന്ന് ധനാഭ്യർത്ഥന ചർച്ച നടക്കുമ്പോൾ പ്രധാനമായും ഏതൊക്കെ വകുപ്പുകളുടെ ചർച്ചയാണ്? തുറമുഖമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് ഇന്ന് ചർച്ചകൾ നടക്കാൻ പോവുക? പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഇന്ന് എങ്ങനെയായിരിക്കും? അവർ ഇന്ന് ഏത് വിഷയമാണ് സഭയിൽ ഉപക്ഷേപമൊക്കെ ഉന്നയിക്കാൻ സാധ്യത? തീർച്ചയായും മനു, ഏതായാലും ഇന്ന് സഭാ സമ്മേളനം പതിവ് രീതിയിൽ തന്നെ 9 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. ചോദ്യോത്തരവേളയോടുകൂടി ആരംഭിച്ച് 10 മണിക്ക് ചോദ്യോത്തരവേള പൂർത്തിയാകുന്നതായിരിക്കും. തുടർന്ന് ശൂന്യവേളയിലാണ് ഈ പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തിന് സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകാനുള്ള അവസരമുണ്ട്. ആ നോട്ടീസ് ഇതിനകം അവർ നൽകിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും കാര്യവട്ടം ക്യാമ്പസിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഘർഷമൊക്കെയുണ്ട്. ആ വിഷയം സഭയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭയിൽ പ്രതിഷേധമുയർത്തുക എന്നുള്ളൊരു നിലപാടായിരിക്കും പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുക. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങൾ വലിയ തോതിൽ KSUവിനെ അനുകൂലിച്ചും SFIയെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തിയും കൊണ്ടായിരുന്നു മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് SFIയുടെ ജില്ലാ ഭാരവാഹികൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആ വിഷയം ഇന്നിപ്പോൾ സഭയിൽ കൂടി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് പതിവ് പോലെ തന്നെ ഇന്നിപ്പോൾ ധനാഭ്യർത്ഥന ചർച്ചകൾ സഭയിൽ തുടരുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി മാത്രമാണ് സഭ സമ്മേളിക്കുന്നത്. അപ്പോൾ വകുപ്പ് തിരിച്ചുള്ള ചർച്ചകൾ എല്ലാത്തിൻ്റെയും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ജലസേചനം, അതോടൊപ്പം തന്നെ തുറമുഖം, സഹകരണം എന്നീ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയാണ് നടക്കുന്നത്. സഹകരണമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ചർച്ചാവേളയിൽ അംഗങ്ങൾ ഉന്നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ തുറമുഖം എന്നുള്ളൊരു വകുപ്പ് കൂടി ഇന്നിപ്പോൾ ചർച്ചയിൽ ഉള്ളതുകൊണ്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടക്കം ഇന്നത്തെ ഈ ചർച്ചയിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഏതായാലും ഈ ചർച്ചകൾക്ക് ശേഷം ഇതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഈ ചർച്ചയിൽ അംഗങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒക്കെ മറുപടി നൽകുന്നതായിരിക്കും. ഈ രീതിയിലാണ് ഇന്നത്തെ സഭാ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. മനു. ശരി, ഓക്കെ. ഷീജയാണ് തിരുവനന്തപുരത്ത് ഈ വിവരങ്ങൾ നൽകിയത്. നിയമസഭാ സമ്മേളനം തുടരുന്നു. ഇന്ന് നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെയാണ് ഷീജ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. പിന്നെ കാണാം.